ഈ കിളികളായി മാൻമിഴികളായി മാൻകോയിൽ തെന്നലായി നിൻ ചിരികളിൽ കാർമുകിലുകൾ തൂവലായി പുൽകുമോ നിൻ മൊഴികൾ തേനലകൾ ഓർമ്മകൾ പുൽകുമോ അഴകേ നിനവേ നിറമായി നീ അരികിൽ മിഴികൾ മൊഴിയാൽ കരുതി ഞാൻ അഴകേ ഈ കിളികളായി മാൻമിഴികളായി. ഏത് ലോകത്താ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചതാ. എന്തെങ്കിലും പറയടോ. എനിക്ക് പേടിയാവുന്നു, ഞാൻ പോകുന്നു. ഓഫ്, നിനക്ക് എപ്പ കണ്ടാലും ഇത് മാത്രമേ പറയാനുള്ളൂ. എന്റെ ബാപ്പയെങ്ങാനും കണ്ട തീർന്നു, പിന്നെ എന്നെ കൊന്നു കളയും. എന്റെ പൊന്നൈഷ, നിനക്ക് ഈ കൊല്ലണേന്റെയും ചാവണേന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു ഉമ്മ വരും. അയ്യടാ, നോക്കിയിരുന്ന അതൊന്നും നടക്കില്ല മോനെ. എന്താണ് ഐഷ, ഒരെണ്ണം മതി പ്ലീസ്. അന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ഉമ്മ തരാം. ചോദിക്കേ. ഈ ജാതിക്കാരെ ഇംഗ്ലീഷ് എന്തുട്ടാ? അത് പറയാണെങ്കിൽ ഞാൻ ഉമ്മ തരാം. ജാതിക്കാടെ അല്ലേ? ആ, അത് ഞാൻ പറയാം. പറ. അത് പിന്നെ ജാതിക്കാട് ഇംഗ്ലീഷ് എന്തുട്ടാ? അതല്ല ഞാനും ചോദിച്ചത്. പറയാൻ പറ്റണമെങ്കിൽ പറ, അല്ലെങ്കിൽ ഞാൻ പോവാണ്. അപ്പൊ ശരി, ടാറ്റ. അതെ, വൈകുന്നേരത്തിനുള്ളിൽ പറയണം കേട്ടോ, എന്നാലേ ഉമ്മ തരുള്ളൂ. ഹലോ, എടാ വിനോദടാ. അനസേ, എടാ ഞാനടാ വിനോദടാ. എടാ ഞാൻ വിളിച്ചതേ നമ്മുടെ ഈ ജാതിക്കില്ലേ, അതിന്റെ ഇംഗ്ലീഷ് വന്നിട്ടാ. ഐ അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. പിന്നെ വിളിക്കാം. വിനോദേ, എടാ അതെ, ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്റെ പൊന്നളിയ കാശിന് എന്റെ ഒന്നും എടുക്കാനില്ല കേട്ടോ. എടാ കാശിന്റെ അല്ല, എന്താ നമ്മുടെ ഈ ജാതിക്കയില്ലേ, ജാതിക്ക. അതിന്റെ ഇംഗ്ലീഷ് ഒന്നുട്ടാ. ജാതിക്കയുടെ ഇംഗ്ലീഷ് അല്ലേ? നീ എന്തിനാ ഇതുപോലത്തെ കടവൽക്കാരമായ ചോദ്യങ്ങളൊന്നും നീ ചോദിക്കല്ലേ? നീ പോയേ. എടാ അറിയാമെങ്കിൽ പറഞ്ഞു. നീ ഇപ്പൊ ആരോട് ചോദിക്കാനത്? ഹലോ, എടാ ഞാൻ വിനോദടാ. എടാ ഞാൻ വിളിച്ചതേ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സാറേ സാറിന് മനസ്സിലായില്ലേ? ഞാൻ വിനോദ്. അത് പറയാനാ നീ വിളിച്ചത്? അല്ല, സാറിന് മനസ്സിലായില്ലേ? ഞാൻ പണ്ട് സാറിന്റെ അടുത്ത് ഇംഗ്ലീഷ് ട്യൂഷൻ വന്നിട്ടുണ്ട്. മോനെ വിനോദേ, നീ പ്ലസ് ടു ജയിച്ചാർന്നാ? ഇല്ല, ജയിച്ചു കാണത്തില്ലെന്നറിയാം, എന്നാലും ഒരു കൗതുകത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ പാസ്സായി, ഇംഗ്ലീഷ് മാത്രമേ തൊട്ടുള്ളൂ. വെരി ഗുഡ്. സാറിപ്പോ എന്താ ചെയ്യണപ്പ? ഞാനിപ്പോ ഹിന്ദിക്ക് ട്യൂഷൻ എടുത്തോണ്ടിരിക്ക. അപ്പൊ ഇംഗ്ലീഷൊക്കെ വിട്ടാ? അതൊക്കെ വിട്ടോ, പിള്ളേർക്കൊക്കെ വിവരം വെച്ചു തുടങ്ങി. ഇനിയിപ്പൊ ഇത് നിർത്തേണ്ട വരും. അതിനിപ്പോ നമ്മളെക്കാൾ കൂടുതല് അവന്മാരല്ലേ നമ്മുടെ നാട്ടില്. അതിന്റെ ഇടയ്ക്ക് ആരെ ഹിന്ദി പഠിപ്പിക്കാനാ? അത് ശരിയാ സാറേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോടാ, വർഷങ്ങളായിട്ട് നീ എന്റെ അടുത്ത് പഠിച്ചിട്ട് ഇതുവരെ ചോദിക്കാത്തതല്ലേ? ചോദിക്കേ. സാറേ, ജാതിക്കല്ലേ, ജാതിക്ക, അതിന്റെ ഇംഗ്ലീഷ് ഒന്നുട്ടാ? ജാതിക്കട ഇംഗ്ലീഷാ? അതപ്പോ നിന്റെ സംശയം? ജാതിക്കട ഇംഗ്ലീഷ് അല്ലപ്പ ഈ ജാതിക്കട തന്നെ വേണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? ആപ്പിൾ ഉണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ പല പല ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. അതേതെങ്കിലും പോരെ? അല്ലെങ്കിൽ മച്ചിങ്ങ ആവാം. മച്ചിങ്ങയുടെ വേണ്ട.
അപ്പൊ സാറിനിപ്പ ജാതിക്കയുടെ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ജാതിക്കയുടെ തന്നെ വേണമെങ്കിൽ ഒന്നിരുന്ന് ആലോചിക്കേണ്ടി വരും. മഹേഷേ, എടാ ഒന്ന് നിന്നേ. ഈയിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്റെ പൊന്നു വിനോദ, ഇവിടെ ഞങ്ങൾക്ക് നിലത്ത് നിൽക്കാനുള്ള സമയമില്ല, ഞങ്ങൾ പോയിട്ട് വരട്ടെ. എടാ അത്യാവശ്യം ഉണ്ട്, ഒരു ഹെൽപ്പ് വേണം. എടാ നിന്നോടല്ലടാ പറഞ്ഞ സമയമില്ലെന്ന്. എടാ ഒരു ഹെൽപ്പ്. പറയട്ടെ. എന്നാ നീ പറ. എടാ നമ്മുടെ ഈ ജാതിക്കയില്ലേ, അതിന്റെ ഇംഗ്ലീഷ് വരുന്നുട്ടാ. നീ ഒന്ന് പോയേ. എടാ അത്യാവശ്യം ഞങ്ങളെ അത്യാവശ്യമായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞുതരാട്ടാ. പോയിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. കേട്ടാ. ആ പിന്നെ നമ്മളൊക്കെ എവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. ആ പിന്നെ എന്നാലും എന്റെ അസീബേ, എന്തായിരിക്കും ആ ജാതിക്കയുടെ ഇംഗ്ലീഷ്? ഈ വണ്ടി ഓടിക്കുമ്പോ നേരെ നോക്കി വണ്ടി ഓടിച്ചേ വെറുതെ. മോളെ അമ്മു, ഇങ്ങോട്ടൊന്ന് വന്നേ. ഹലോ ഹലോ. അപ്പൊ എങ്ങനെയാ തരാല്ലേ?